ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. പ്രധാന വാർത്തകൾ. രാജ്യമിന്ന് ഭരണഘടനാ ദിനം ആചരിച്ചു. നേതൃത്വം നൽകി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഭീകരത ചെറുക്കുന്നതിന് ഇന്ത്യ പുതിയ നയങ്ങൾ സ്വീകരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 87 ലക്ഷത്തിലേക്ക്. കേരളത്തിൽ ഇന്ന് 5378 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ഏകദിന മത്സരം നാളെ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആചരിച്ചു. ഭരണഘടനയുടെ ആമുഖത്തിന്റെ സമൂഹ വായനയ്ക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിൽ നേതൃത്വം നൽകി. ഗുജറാത്തിൽ നടന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 80ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിലും അംഗങ്ങൾ രാഷ്ട്രപതിക്കൊപ്പം ഭരണഘടനാ ആമുഖം വായിച്ചു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. ദേശീയ നിയമ ദിനമായും ഈ ദിവസം ആചരിക്കുന്നു. 1949 നവംബർ 26-നാണ് ഭരണഘടനാ സഭ ഭരണഘടന അംഗീകരിച്ചത്. 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. 2015-ലാണ് നവംബർ 26 ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചത്. ഭരണഘടന തയ്യാറാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഡോക്ടർ ബി.ആർ. അംബേദ്കറെ ഈ ദിനത്തിൽ രാജ്യം ആദരിക്കുന്നു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും ഒപ്പം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദർശങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന പ്രതിജ്ഞയാണ് ഈ സുദിനത്തിൽ സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരതയെ ചെറുക്കുന്നതിന് ഇന്ത്യ പുതിയ നയങ്ങൾ സ്വീകരിച്ചു വരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനാ ദിനത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ. ഗുജറാത്തിലെ കെവാഡിയയിൽ നടന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 80ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരവധി സവിശേഷതകളുണ്ടെങ്കിലും കർത്തവ്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് അദ്ദേഹം പറഞ്ഞു. കർത്തവ്യങ്ങളും അവകാശങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള പങ്ക് സുപ്രധാനമാണെന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. അവകാശങ്ങളും കടമകളും പാലിക്കുന്നതിന് ഗാന്ധിജിയും പ്രാധാന്യം നൽകിയിരുന്നു. നിരവധി പ്രതിസന്ധികൾ നേരിട്ടാണ് ഭരണഘടന കരുത്താർജിച്ചത്. 70കളിൽ ഭരണഘടനയുടെ അധികാരം ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നതായും അദ്ദേഹം പറഞ്ഞു. മുംബൈ ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് അദ്ദേഹം സമ്മേളനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. 2008-ൽ ഇതേ ദിവസം നടന്ന പാക് ഭീകരാക്രമണം ഏൽപ്പിച്ച മുറിവുകൾ രാജ്യത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സമ്മേളനം ഇന്നലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സമ്മേളനത്തിൽ കേരള നിയമസഭാ സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിച്ചു. കേരള നിയമസഭയിൽ വിജയകരമായി നടത്തിയ ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയുടെ മാതൃകയിൽ രാജ്യത്ത് എല്ലായിടത്തും ജനാധിപത്യ നിയമ ചർച്ചകളും അനുബന്ധ പരിപാടികളും നടത്തണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 3ാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമം RE-Invest പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന പരിപാടിയിൽ ഇസ്രായേൽ, നെതർലാൻഡ്സ്, UK തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുത്തു. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജശേഷി 2.5 ഇരട്ടി വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ നിക്ഷേപത്തിലൂടെ തൊഴിൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ അടുത്ത ലക്കം ഞായറാഴ്ച രാവിലെ 11-ന് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 71ാം അധ്യായമാണിത്. വിമർശനാത്മകമായി ചിന്തിക്കണമെന്നും വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാകണമെന്നും രാജ്യത്തെ യുവജനങ്ങളോട് ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു ആഹ്വാനം ചെയ്തു. സിക്കിമിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്സ് ഓഫ് ഇന്ത്യ സർവകലാശാലയുടെ 13ാമത് ബിരുദദാന സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. പകർച്ചവ്യാധിയെ വെല്ലുവിളിയായല്ല, മറിച്ച് അവസരമായാണ് കാണേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റ് തീരം തൊട്ടു. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും തീരപ്രദേശത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുകയും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തു. പലയിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. നിവാർ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായും പുതുച്ചേരി മുഖ്യമന്ത്രി വി. നാരായണസ്വാമിയുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ജമ്മുകശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. ഇന്ത്യൻ സൈന്യത്തിന്റെ ദ്രുതകർമ്മ സേനയ്ക്ക് നേരെയാണ് വെടിവയ്പ് നടന്നതെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു. അക്രമികളെ പിടികൂടാനുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കോവിഡ് സാഹചര്യത്തിൽ പുനരാരംഭിച്ച രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസുകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഒരു മാസത്തോളം നിർത്തിവച്ച സർവീസുകൾ മെയ് 25-നാണ് പുനരാരംഭിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 44,489 പേർക്കാണ് രാജ്യത്ത് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. 36,367 പേർ സുഖം പ്രാപിച്ചു. രോഗമുക്തി നിരക്ക് 93.66%. കോവിഡ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ഉറപ്പായ ശേഷമേ രാജ്യതലസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുകയുള്ളൂ എന്ന് ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ പറഞ്ഞു. കഴിഞ്ഞ 3 ആഴ്ചയായി ഡൽഹിയിലെ രോഗസ്ഥിരീകരണ നിരക്ക് 8.5% കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. കോവിഡ് മരുന്ന് ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6 കോടി കവിഞ്ഞു. ഇതിൽ 4,21,00,000-ലധികം പേർ രോഗമുക്തി നേടി. കേരളത്തിൽ ഇന്ന് 5,378 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5,970 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 55,996 സാമ്പിളാണ് പരിശോധിച്ചത്. 27 മരണവും കോവിഡ് മൂലമാണെന്ന് തിരിച്ചറിഞ്ഞു. 64,486 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ആകെ 545 ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിലുള്ളത്. പരിസ്ഥിതി സംരക്ഷണവും ജൈവ വൈവിധ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് ഇന്ത്യയും ഫിൻലാൻഡും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും ഫിൻലാൻഡ് പരിസ്ഥിതി മന്ത്രി ക്രിസ്റ്റ മിക്കോനനും സംയുക്തമായാണ് വിർച്വലായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. വായു ജല മലിനീകരണം തടയൽ, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും നടപ്പിലാക്കി വരുന്ന മികച്ച രീതികൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ് ഈ ധാരണാപത്രം. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് UGCക്ക് നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈൻ സംവിധാനം ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂർണ്ണമായും ഡിജിറ്റൽവൽക്കരിച്ച മനുഷ്യ വിഭവശേഷി നിർവഹണ സംവിധാനത്തിന് ഇന്ത്യൻ റെയിൽവേയിൽ തുടക്കമായി. മെച്ചപ്പെട്ട ഉൽപാദനക്ഷമതയും ജീവനക്കാരുടെ ക്ഷേമവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യ മത്സരം നാളെ. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം അന്താരാഷ്ട്ര മത്സരത്തിനായി കളത്തിലിറങ്ങുന്നത്. ആദ്യ ഏകദിനത്തിന്റെ തത്സമയ വിവരണം രാവിലെ 8:30 മുതൽ മത്സരം അവസാനിക്കുന്നതുവരെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആകാശവാണിയിൽ കേൾക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ആരംഭിച്ചു. ഗോവ GMC സ്റ്റേഡിയത്തിലാണ് കളി. ഈ പതിപ്പിലെ ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് കിബു വിഗുന പരിശീലിപ്പിക്കുന്ന സംഘം ഇറങ്ങിയത്. ഇന്ത്യൻ അമ്പെയ്ത്ത് അസോസിയേഷന്റെ അംഗീകാരം പുനഃസ്ഥാപിച്ച് കേന്ദ്ര സർക്കാർ. ദേശീയ കായിക ഫെഡറേഷൻ എന്ന നിലയിൽ അസോസിയേഷന് വരുന്ന ഒരു വർഷം പ്രവർത്തിക്കാം. രാജ്യത്തെ അമ്പെയ്ത്ത് മത്സരങ്ങളുടെ പ്രോത്സാഹനവും നിയന്ത്രണവും ലക്ഷ്യമിട്ടാണ് നടപടി. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് 8 വർഷം മുൻപാണ് അസോസിയേഷന്റെ അംഗീകാരം കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യമിന്ന് ഭരണഘടനാ ദിനം ആചരിച്ചു. നേതൃത്വം നൽകി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഭീകരത ചെറുക്കുന്നതിന് ഇന്ത്യ പുതിയ നയങ്ങൾ സ്വീകരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 87 ലക്ഷത്തിലേക്ക്. കേരളത്തിൽ ഇന്ന് 5,378 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ഏകദിന മത്സരം നാളെ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി രാത്രി 9 മണിക്ക്.